ഈ രാഷ്ട്രീയ പാർട്ടികൾ, മറ്റ് സാംസ്കാരിക സംഘടനകൾ, ഇപ്പോൾ RSS പോലുള്ള സംഘടനകൾ, ഇവർക്കൊക്കെ ഒരുപാട് ചെയ്യാനില്ലേ ഈ ഒരു പ്രശ്നത്തിൽ? ഈ അങ്ങനെ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല ഇത്. കാരണം ഇതിൻ്റെ അവൈലബിലിറ്റി അത്രയ്ക്കാണ്. അവൈലബിലിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിന് മാർഗം. ഇപ്പോൾ വായിജ്യത്തിന് കഞ്ചാവ് വലിക്കണമെന്നുണ്ട്, കഞ്ചാവ് കിട്ടും. പക്ഷേ 45 കിലോമീറ്റർ ദൂരെ പോകണം, പ്രയാസമാണ്. ഈ ബാർ മദ്യനിരോധനമൊക്കെ ഇല്ലേ, അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എല്ലാവർക്കും അറിയാം. മനുഷ്യന് കുടിക്കണം, അതൊരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ്, അത് പണ്ട് മുതലേ ഉള്ളതാണ്. ബട്ട് അതിൻ്റെ അവൈലബിലിറ്റി ഒന്ന് കുറയ്ക്കുക. അപ്പോൾ ഡെയിലി കുടിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾക്ക് കുടിക്കാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അയാൾ ഒരു മാസത്തേക്കുള്ളത് വാങ്ങിച്ചു വയ്ക്കുകയാണ്. ബട്ട് വല്ലപ്പോഴും ബാറ് കാണുമ്പോൾ ഞാൻ വായിജ്യത്തിനോട് പറയുന്നു, ഒന്ന് വീശിയാലോ, ഇങ്ങനെയുള്ള പരിപാടികളില്ല, അത് കുറയും. അപ്പോൾ മൊത്തം സമൂഹത്തിൻ്റെ കൺസംഷനൊന്നും കുറയും. മറ്റത് പോക്ക് കേസാണ്. നമുക്കൊന്ന് ആൽക്കഹോളിക്കാണ്, അയാൾക്കതില്ലാതെ ജീവിക്കാൻ പറ്റില്ല, അയാളെങ്ങനെയും അത് സംഘടിപ്പിക്കും. 45 450 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ആശയം പോയിട്ട് വരും. അപ്പോൾ അയാളെ വിട്ടേക്ക്. പക്ഷേ എന്നെയും വായിജ്യത്തിനെയും പോലെയുള്ള സാധാരണ മനുഷ്യരൊക്കെ ഇത് കാണുമ്പോൾ അത് കൊള്ളാമല്ലോ, നല്ല എയർ കണ്ടീഷൻഡാണ് നിൽക്കുന്നത്, അങ്ങനെ ഉള്ള ഇത് കുറയും. അപ്പോൾ അതുപോലെ ഇതിൻ്റെ അവൈലബിലിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. അതല്ലാതെ ഇതിനെ നിങ്ങൾ ഈ പ്രായത്തിൽ 10-12 വയസ്സുള്ള കുട്ടികളെ ഇത് കാണിച്ച് മോഹിപ്പിക്കുക. ഇപ്പോൾ RSS പ്രവർത്തിക്കുക, ശരി, RSS ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. വൈകുന്നേരം 1 മണിക്കൂർ, അല്ലെങ്കിൽ രാത്രി 1 മണിക്കൂർ, അല്ലെങ്കിൽ പ്രഭാത് ശാഖ രാവിലെ, അത് കഴിഞ്ഞിട്ടോ ബാക്കി 23 മണിക്കൂർ ഇയാളിൽ ഇരിക്കുകയല്ലേ, നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഇതിങ്ങനെ നിരന്തരം ഓതി കൊടുത്തിട്ട് ഇപ്പോൾ 100 പേരുള്ളതിൽ 50 പേര് കഞ്ചാവ് വലിക്കുന്നവരാണെങ്കിൽ അത് 25 കുറയ്ക്കാൻ RSSന് സാധിക്കും. പക്ഷെ അത് 0 കൊണ്ടുവരാൻ പറ്റുമോ? പറ്റില്ല. കാരണം ബാക്കി 23 മണിക്കൂർ പൊതുസമൂഹത്തിലാണ് ഇവൻ. ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഇത് അവൈലബിൾ ആണെങ്കിൽ അതങ്ങ് നടക്കട്ടെ എന്ന് വിചാരിക്കും. അതാണ് അതിൻ്റെ പ്രശ്നം. ചുരുക്കത്തിൽ ഈ ശക്തമായ പോലീസ് സംവിധാനം കൊണ്ട് മാത്രമേ ഒരു പരിധിവരെ ഇത് കുറച്ച്, ലോകത്തെവിടെയും ആ വഴിക്ക് മാത്രമേ ഇത് കുറച്ചിട്ടുള്ളൂ. അതല്ലാതെ നിങ്ങൾക്ക് ഈ പോസിറ്റീവ് സൈഡുണ്ട്. സാംസ്കാരികമായ അന്തരീക്ഷം നമ്മുടെ ശരിയാക്കുക, കുടുംബാന്തരീക്ഷം ശരിയാക്കുക, ഇതൊക്കെ വേണ്ടത് തന്നെ. ബട്ട് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് സ്ട്രിക്റ്റ് പോലീസിങ് വഴി ഇത് ക്യാപ്ചർ ചെയ്യുക. അത് കേരള പോലീസിൽ അതിന് പറ്റിയ ആൾക്കാരുണ്ട്. ഞാൻ കൊടുക്കാൻ വേണമെങ്കിൽ പിണറായി ലിസ്റ്റ് കൊടുക്കാൻ എനിക്കറിയാം ഇതൊക്കെ പിടിക്കുന്ന ഓഫീസർമാരെ. ബട്ട് അവർ ഈ ഓപ്പറേഷൻ തുടങ്ങി കഴിയുമ്പോൾ അവരെ പിടിച്ചിട്ട് പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ പോസ്റ്റ് ചെയ്യും. സോ അത് സ്ട്രിക്റ്റ് പോലീസിങ് കൊണ്ട് നിൽക്കുന്ന ഏർപ്പാടേ ഉള്ളൂ ഇതൊക്കെ. ഇത് ഭൂലോകത്ത് നമുക്ക് മാത്രമൊന്നുമല്ല ഡ്രഗ്സ് ഉള്ളത്, എത്രയോ രാജ്യങ്ങൾ ഇങ്ങനെയെല്ലാം ഇത് മാനേജ് ചെയ്യുന്നു. സോ അത് സീരിയസ് ആയിട്ട് എടുത്തിട്ട്, അല്ലാതെ ബോധവൽക്കരണം എന്നൊക്കെ പറഞ്ഞാൽ കുറേ കാശ് സർക്കാരിൻ്റെ അതിന് നോട്ടീസ് അടിക്കാനും ഒക്കെ ആയിട്ട് വാങ്ങാം എന്നുള്ളതല്ലാതെ ഒരു പ്രയോജനമില്ല. അവൈലബിലിറ്റി കുറയ്ക്കണം. ഇതിൻ്റെ കസ്റ്റോഡിയൻസ്, ഇതിൻ്റെ ഏജൻസ് അവരെ പിടിക്കുക. വ്യാപകമായിട്ടൊരു റെയ്ഡ് കേരളം ത്രൂ ഔട്ട് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഹാവ് റിസൾട്ട്. ഇതിപ്പോൾ തുടങ്ങിയ മനുഷ്യനുണ്ടായ കാലം മുതൽ തുടങ്ങിയതാണ് ഈ മദ്യം, മയക്കുമരുന്ന്, വ്യഭിചാരം, ഇതുപോലത്തെയൊക്കെയുള്ള കാര്യങ്ങൾ. അതൊക്കെ നിയന്ത്രണത്തിൽ നിർത്തിയില്ല. പിന്നെ ഇതാണോ വലിയ കാര്യം?